വീഴ്ചയിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനോ അരിഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തണം. ഹരിതയുടെ ശരീരത്തിനകത്ത് ഒരു തരത്തിലുള്ള പോയിസൺ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. എനിക്ക് പേടിയാവുന്നു. അപ്പച്ചി ചോദിക്കേ. കർണാര, ജിതേന്ദ്രന് നീ ഏതോ ബോർഡിലോ കോർപ്പറേഷനിലോ ചെയർമാൻ സ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെന്തായെന്നാ വിദ്യ ചോദിക്കുന്നത്. ചേച്ചി, അവൻ എന്റെ മോനായിട്ടാണോ അതോ ഇവളുടെ ഭർത്താവായിട്ടാണോ അധിക നാൾ ജീവിച്ചെന്ന് ചേച്ചി ഇവളോട് ചോദിച്ചു നോക്ക്. അവന്റെ കാര്യത്തിൽ എനിക്കുള്ള ടെൻഷനൊന്നും ഇവൾക്ക് വേണ്ട. ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്കായിരിക്കും ആകുലതെന്ന് അപ്പച്ചി അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഓ, ഭർത്താവിനെ കളഞ്ഞിട്ട് കിടക്കുന്ന അപ്പച്ചിക്ക് അത് അറിയില്ലല്ലോ. ഉടനെയിരിക്കട്ടെ ഇവിടെ. ഇനി അതും കൂടെ പറഞ്ഞിട്ട് വേണം അവൻ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കാൻ. ഒന്നാമതായി നിനക്കൊരു കുഞ്ഞു പോലും ഇല്ല. മാധവന്റെ വീട്ടിലാണെങ്കിൽ പ്രസവത്തോടെ പ്രസവം. ഒരു മിനിറ്റ് ഹോൾഡേ. പറയട പ്രകാശ. കുറുപ്പ് സാറേ, കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെതായ വഴിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് സാറിൻ്റെ ഒരു സഹായം വേണം. എന്താണ് വേണ്ടെന്ന് വെച്ചാൽ പറയ്. ഹരിത ഇപ്പൊ സാറിനെ വിളിക്കും. ഹരിത പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടേ ഇനി ഞാൻ പറയുന്ന സഹായം സാറ് ചെയ്തു തരണം. ഞാൻ ചെയ്യാം. ഓ ശരി, ഞാൻ ചെയ്യാം. പ്രകാശ, പിന്നൊരു കാര്യം. കുറുപ്പ് ഒരു പിശാചാണെങ്കിൽ നീ ഒന്നാം തരം ചെകുത്താനാ. നല്ല വൃത്തിയുള്ള ചെകുത്താൻ. എന്നാ സാർ ഒരു കാര്യം കൂടി കേട്ടോ. ഇതിപ്പോ ഒറിജിനലായിട്ട് ചെകുത്താൻ കയറി വീടായിട്ട് മാറിയിട്ടുണ്ട്. ഹരിതേ, ഞാൻ കൊടുക്കാം. മതി, അത് മതി. കർണാര, ഹരിത വിളിച്ചു. നിന്റെ കൈ ഫോൺ തരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ട് അവള് കാര്യം പറയുന്നില്ല. നീ ഫോൺ വെച്ചേക്ക്. എന്റെ മോള് ഹരിത വിളിക്കുക. അവളുടെ കാര്യം കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഉള്ളൂ. പറയ്, എന്താ വിശേഷം? അപ്പച്ചി, നമ്മൾ അറിയാതെ എന്തൊക്കെയോ നാടകങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നീ വീട്ടിൽ നിന്ന് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ജിതേന്ദ്രനുമായി പിണങ്ങി നീ വീട്ടിൽ പോയത് മുതൽ നീ വല്ല നാടക കമ്പനിയിൽ അഭിനയിക്കാൻ കയറിയോ? അപ്പച്ചി, എന്ത് പറഞ്ഞാലും അതിലൊരു നാടകം നാടകം നാടകം. അതല്ല, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് പറഞ്ഞതാ. അങ്ങനെ പറ. നടന്നു. വീഴ്ചയിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനോ അരിഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തണം. ഹരിതയുടെ ശരീരത്തിനകത്ത് ഒരു തരത്തിലുള്ള പോയിസൺ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ഇത് മുൻകാലങ്ങളിൽ അബോർഷന് ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ മരുന്നാണ്. ഒന്ന് രണ്ട് ദിവസം കൂടി ഇത്തരത്തിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത് വലിയൊരു അപകടമായേനെ. മാഡം,
എനിക്ക് ഈ മരുന്നുകളെല്ലാം തരുന്നത് മനോജിന്റെ സിസ്റ്ററാ. മിസ്റ്റർ മനോജ്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു തരം സ്ലോ പോയിസൺ ആണ്. ഇത് ആര് തന്നാലും നല്ല ഉദ്ദേശത്തിലല്ല തരുന്നത്. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ആദ്യം ഒരു അബോർഷൻ കഴിഞ്ഞതാണ്. ഇനിയും അങ്ങനെ ഒരു അവസ്ഥ വന്നാ മൂന്നാമതൊരു പ്രഗ്നൻസിക്ക് സാധ്യത വളരെ കുറവാണ്. ഇപ്പോ ശരീരത്തിനകത്ത് അടിഞ്ഞുകൂടിയ വിഷാംശം മാറാനുള്ള മരുന്ന് ഞാൻ തരാം. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി വരേണ്ടി വരും. അന്ന് സ്കാനിങ് എടുക്കുകയും വേണം. ശരി ഡോക്ടർ. ഹരിതയെ നന്നായി ശ്രദ്ധിക്കണം. വീട്ടിൽ ആളില്ലെങ്കിൽ ഒരു ഹോം നഴ്സിനെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് പുറത്തുനിന്ന് വാങ്ങണം. കഴിക്കേണ്ട വിധമൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ശരി ഡോക്ടർ. ശരി ശരി. വന്ദനേച്ചി ഒരു നാത്തോനെ പോലെയല്ല, സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ഞാൻ കണ്ടിരുന്നത്. അതൊക്കെ കളഞ്ഞേക്ക് ഹരിതേ. എന്നോട് കാണിച്ച സ്നേഹമൊക്കെ ആത്മാർത്ഥതയുള്ളതാണെന്ന് വിശ്വസിച്ച ഞാനാ മണ്ടി. ഒരു പ്രാവശ്യം എന്നോട് കാണിച്ച നെറുകേടെല്ലാം മറന്ന് പുതിയൊരാളായിട്ടാ ഞാൻ തിരിച്ചു വന്നത്. എന്നോട് ഇത്ര പക കാണിക്കാൻ ഞാൻ വന്ദനേച്ചിയോട് എന്ത് തെറ്റാ മനോജ ചെയ്ത്? മുമ്പ് എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ നശിപ്പിച്ചപ്പോ അത് വന്ദനേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാവാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെയ്തു പോയതാണെന്ന് പറയാം. ഇപ്പൊ അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. വന്ദനേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നില്ലേ? എല്ലാം മറന്നേക്ക് ഹരിതേ. മറവി. മനുഷ്യര് തന്നെ മുറിവാകുമ്പോ മറവി തന്നെയാ ഏറ്റവും നല്ല മരുന്ന്. ചിലപ്പോ നിന്റെ ചേട്ടൻ ജഗനോടുള്ള പക കൊണ്ടാണെങ്കിലോ നിന്നോട് ഇങ്ങനെ കാണിച്ചത്. കൊള്ളാം. വന്ദനേച്ചി വീണപ്പോ എവിടെയോ നിന്ന് ജഗജ്ജേട്ടൻ ഓടി വന്ന് വിശേഷം തിരക്കാത്തതാണോ അത്ര വലിയ തെറ്റ്? അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയാൻ നിന്നെ വിളിച്ചപ്പോ നീ ഫോൺ എടുത്തില്ലല്ലോ. നിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണ്ടേ? അടുക്കാൻ ഒരുപാട് കാരണങ്ങളൊന്നും വേണ്ട. പക്ഷെ അകന്നു പോകാൻ ഒരുപാട് കാരണങ്ങൾ നികത്തി മനസ്സിനെ പാകപ്പെടുത്തേണ്ടി വരും. ഹരിതേ, വന്ദനേച്ചിയും നിന്റെ ജഗൻചേട്ടനും തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. ഇപ്പൊ വന്ദനേച്ചി ഇത്രത്തോളം വെറുപ്പ് കാണിക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് ആലോചിച്ച് നോക്കിയിട്ട് അതിനൊറ്റ കാരണേ കാണുന്നുള്ളൂ. അത് എന്റെ ഏട്ടനും വന്ദനേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടായ ജഗൻചേട്ടൻ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനോട് സ്നേഹ കൂടുതൽ കാണിക്കുമെന്നുള്ള ഭയമായിരിക്കും. പതിയെ പതിയെ ദിയമോള് ഏട്ടനൊരു ഭാരം ആയാലോ എന്നുള്ള വിചാരമാണെങ്കിലോ? അതായിക്കോട്ടെ, അതിന് നിന്നോട് ക്രൂരത കാണിക്കുന്ന എന്തിനാ? ഇനി ചിലപ്പോ പ്രകാശേട്ടൻ പറഞ്ഞതായിരിക്കോ കാരണം? അതെന്താ പ്രകാശേട്ടൻ പറഞ്ഞത്?